So in the previous video we have derived the basic dynamic equilibrium equation, that is mx double dot plus cx dot plus kx is equal to f of t. So that is the basic equation we are going to use to find the equations for x. What is x here? ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്താണ് അൺനോൺ ആയിട്ടുള്ളത്? എക്സ് ആണ്, സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് ഓഫ് ടി, എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി, അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്താ പറയുക ഒരുപാട് മാത്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഡൈനാമിക്സിൽ. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി കിട്ടും. എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ അതിൽ നമ്മൾ ടീൻ്റെ വാല്യൂ ഒരു ഇൻസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിലുള്ള നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? വൺസ് അഗെയിൻ, സോ ദിസ് ഇസ് എ differential equation. mx double dot plus cx dot plus kx is equal to f of t is a differential equation, and if you find the solution for this equation, you get the equation for x of t, that is x as a function of t. What is x? X is nothing but the displacement. So if you substitute the value of t in the equation of x, ആ ടൈമിലുള്ള x value നമുക്ക് കിട്ടും. Getting? So let's see those different cases of vibrations. So the first case we are going to consider is a free response of undamped systems. So find the equation of motion of an undamped system subjected to free vibration. That is a derivation we are going to see now. So the equation of motion of an undamped system subjected to free vibration. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ, ദാറ്റ് ഇസ് എക്സ് ഓഫ് ടി ഇൻ്റെ ഇക്വേഷൻ ആണ്. എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി, ആ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെയാണ്? അൺഡാംപ്ഡ് സിസ്റ്റം. അൺഡാംപ്ഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരിക്കലും ഡാമ്പിംഗ് നടക്കാത്ത ഒരു സിസ്റ്റം. ഡാമ്പിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനർജി ഡിസിപ്പേഷൻ വഴി സിസ്റ്റം റെസ്റ്റിലേക്ക് വരുന്നതാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് സി എക്സ് ഡോട്ട് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ആവശ്യമാണ്. സോ ഇഫ് ദാറ്റ് ഫോഴ്സ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം, ഇറ്റ് ഇസ് ആൻ അൺഡാംപ്ഡ് സിസ്റ്റം. സിസ്റ്റം സബ്ജക്റ്റഡ് ടു ഫ്രീ വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഫ്രീ വൈബ്രേഷൻ ഇസ് എ വൈബ്രേഷൻ happening without an influence of an external force. അതാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഹിയർ ലെറ്റ്സ് സീ ഹൗ ടു ഡിറൈവ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടീനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ ബേസിക് ഡൈനാമിക് ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഈ ഒരു കേസിന് ഏതാണ് നമ്മുടെ കേസ്? ഫ്രീ റെസ്പോൺസ് ഓഫ് അൺഡാംപ്ഡ് സിസ്റ്റം. So this is our basic dynamic equilibrium equation. mx double dot plus cx dot plus kx is equal to 0. അതാണ് നമ്മുടെ basic dynamic equilibrium equation എന്ന് പറയുന്നത് is equal to f of t. So here the system is an undamped system. That means ഈ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല സിസ്റ്റത്തിൽ, അൺഡാംപ്ഡ് ആണ്. ഡാമ്പിംഗ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു damping force ഉണ്ടാവുള്ളൂ. So Cx dot will be equal to 0 for this case. Okay. So another condition is that this is a free vibration system. So that means there's no external force, there's no influence of an external force. So f of t is equal to 0. As it is a free vibration system, f of t is equal to 0. Okay, so in the basic dynamic equilibrium equation we can modify in such a way that there's no damping force and there's no external force. So for this case, basic dynamic equilibrium equation is mx double dot plus kx is equal to 0. So this is a
differential equation we are going to find the solution for. So we are considering here an undamped free vibrating system. So there's no damping force and there's no external force. So our basic dynamic equilibrium equation for this case is mx double dot plus kx is equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ കേസിന് പറ്റിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് എക്സ് ഓഫ് ടി, എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് ഇൻസ്റ്റൻറ്റിൽ വേണമെങ്കിലുള്ള എന്താ പറയുക ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ടൈമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ എക്സ് ഓഫ് ടീനൊരു ഇക്വേഷൻ, അതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുഴുവനായിട്ടും മാത്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്ലസ് ടുവിലും പിന്നെ നിങ്ങൾ ബിടെക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പോകുന്നത് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒന്നുമില്ല, നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ മാത്സിൽ ചെയ്തിട്ടുണ്ടാവും. വൈ ഓഫ് എക്സ് ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ വൈക്ക് പകരം ഉള്ളത് എക്സ് ആണ്, എക്സിന് പകരം ഉള്ളത് ടി ആണ്. അവിടെ നിങ്ങൾ വൈ ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി, അതാണ് ചെയ്യാൻ പോകുന്നത്. So the solution for this differential equation gives the equation of motion or x of t. ഇതാണ് നമ്മുടെ differential equation. m d square x by dt square plus kx is equal to 0. So ഈ രീതിയിലുള്ള ഈ ഒരു ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, let the solution of this equation be x of t is equal to a cos omega t plus b sin omega t. So we are starting with the solution and next we are going to find these constants a, b അതുപോലെ omega. So the solution of this equation will be x of t is equal to a cos omega t plus b sin omega t. ഇതൊരു അസംഷൻ ആണ്, അതായത് ഇങ്ങനെ ആയിരിക്കും സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം ബാക്കിയുള്ള കോൺസ്റ്റൻസ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ മാത്സിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എൻജിനീയറിംഗിൽ, സിവിൽ എൻജിനീയറിംഗിൽ മാത്സിനുള്ള ഇമ്പോർട്ടൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ബി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ cos omega t plus b sin omega t, where a, b and omega are constants. Okay, അപ്പം as x of t is equal to a cos omega t plus b sin omega t, x dot of t, that is our dx by dt, that is the derivative of this solution, is equal to minus a omega sin omega t plus b omega cos omega t. A cos derivative of cos omega t is minus sin omega t multiplied by omega. അതേപോലെ b sin omega t ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ b is a constant, so sin omega t ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos omega t multiplied by omega. So similarly find the second derivative also, that is d square x by dt square, that is our x double dot. So again find the derivative of these terms also. So it is equal to minus omega square into a cos omega t plus b sin omega t. So from the equation of x, that is x of t, we have now found the equations for dx by dt or x dot and d square x by dt square or our x double dot. So this is our basic equilibrium equation for this case, undamped free vibration case we are solving now. So
In this equation we are going to substitute the values of d square x by dt square and x. Okay, so substituting the values of x double dot and x in the basic dynamic equilibrium equation or our equation 1, see what we are getting. So this is what this is the equation we are getting. K minus m omega square into a cos omega t plus b sin omega t is equal to 0. You can just substitute and see. You can do it by yourself and see. This is what we are getting after substituting the values of d square x by dt square and x of t in the basic dynamic equilibrium equation. So here there are two terms multiplied, and we are getting the we have the right hand side to be 0. So this term is again x of t. You can see that this term is x of t. Solution namukku orikkalum 0 ആയി പോവാൻ പാടില്ല. So x of t, this term cannot be 0. So for this equation to be true, k minus m omega square should be 0. Okay, so from this condition we are getting one constant omega is equal to root of k by m. K minus m omega square is equal to 0, and from which we are getting omega is equal to root of k by m. അപ്പം ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒമേഗ വൺസ് അഗെയിൻ ഒമേഗ ഇസ് a constant called natural frequency of the system. So we know that frequency is the number of cycles per unit time. So when the system is subjected to free vibration, frequency is called natural frequency. Okay, frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. പക്ഷെ ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റം ഫ്രീ വൈബ്രേഷനിലാണെങ്കിൽ ഉള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുക. അതായത് if the system is vibrating without the influence of any external force, we call it as a free vibration. അപ്പോൾ ഫ്രീ വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡീൻ്റെ ഫ്രീക്വൻസിയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയാം. So now one of the constants is the value of one of the constants we got already, that is omega, and omega is called the natural frequency of the system. So remember, omega is equal to root of k by m. K എന്താണ്? K എന്ന് പറയുന്നത് stiffness ആണ്, m എന്ന് പറയുന്നത് mass ആണ്. So here once again നമ്മൾ frequency can be expressed in hertz or radians per second. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതർ ഹേർട്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. യൂഷ്വലി നമ്മൾ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡിലാണ് എടുക്കുക. സോ ഹേർട്സിനെ റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്ന് പറയും. അങ്ങനെ ഒരു ഇക്വേഷനും കൂടെ പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ഇസ് ആംഗുലാർ ഫ്രീക്വൻസി. ഹേർട്സ് ഇസ് യൂഷ്വലി ഫോർ നോർമൽ ഫ്രീക്വൻസി. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം കൂടുതൽ മനസ്സിലാക്കാം. സോ ഹിയർ one of the constants is solved. Omega is equal to root of k by m. But the solution, let's get back to the solution. So x of t is equal to a cos omega t plus b sin omega t. Okay, now we have to calculate the values of a and b in the equation. So for that we are going to apply the first boundary condition, that is the initial condition. At t is equal to 0, that is initially the system initial displacement can be taken as x of 0, and the initial velocity x dot when t is equal to 0, let's take it as x dot of 0.
Once again, the initial conditions we are going to take x of t is equal to 0. That is when t is equal to 0. The initial displacement is taken as x of 0 and the initial velocity is taken as x dot of 0. So what is x of 0? We have the equation for x of t, and when t is equal to 0, that is initial displacement കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ t is equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് cos omega t എന്ന് പറയുമ്പോൾ cos 0 ആയിട്ട് വരും, sin omega t എന്ന് പറയുമ്പോൾ sin 0 ആയിട്ട് വരും. We know that cos 0 is equal to 1 and sin 0 is equal to 0. So x of 0 is equal to a cos 0 plus b sin 0 എന്ന് വരും. That means a is equal to x of 0. So ഒരു കോൺസ്റ്റന്റും കൂടെ നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. വാല്യൂ ഓഫ് a is equal to x of 0. That is a എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആണ്. ഓക്കെ, so constant a is equal to initial displacement. Now another boundary condition we are going to apply, that is when t is equal to 0, x dot of 0 is the initial velocity. So in the equation of x dot of 0, x dot of t you can see here minus a omega sin omega t plus b omega cos omega t. So that is the equation for x of t, x dot of t, and in that if we substitute the value of t is equal to 0, x dot of 0 is equal to minus a omega sin 0 plus b omega cos 0. We know that sin 0 is 0 and cos 0 is 1. So x dot of 0 is equal to b omega. That is what we are getting. X dot of 0, that is initial velocity, is equal to b omega, and that implies b is equal to initial velocity divided by omega. So the other constant b also we have solved now. So now we got the values of all the constants. Omega is equal to root of k by m. A is equal to x of 0, that is initial displacement, and b is equal to x dot of 0 by omega, that is initial velocity divided by natural frequency. So now substitute the values of a, b and omega in the equation of motion or our solution. X of t is equal to a cos omega t plus b sin omega t. That was our solution for x of t, and in which if we substitute the values of a and b, we are getting x of t is equal to x of 0 into cos omega t plus x dot of 0 by omega into sin omega t. Okay, so that is the solution for our differential equation corresponding to an undamped system subjected to free vibration. Okay, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. അതായത് ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് ആ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ആ ടൈമിലുള്ള റെസ്പോൺസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് അറിയേണ്ട ബാക്കിയുള്ള കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയണം, ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയണം, അതുപോലെ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ആൻഡ് സോ ദിസ് ഈസ് അവർ ഫൈനൽ സൊല്യൂഷൻ ഫോർ x of t, that is the displacement in terms of t. So the same equation can be written in another form, that is in terms of amplitude. Amplitude is nothing but the highest displacement in a cycle
ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിലുള്ള ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പറയുന്നില്ല, ചെറിയൊരു ഡെറിവേഷൻ ആണ്. ബട്ട് this equation comes from, so this is our equation in terms of amplitude. X of t is equal to rho, that is amplitude, into cos omega t minus theta. So this equation comes from the same our final response equation. So derivation പറയുന്നില്ല. So this equation also you remember, this is an alternate equation which is in terms of amplitude. So in many places this equation will be used for the solution. X of t is equal to rho cos omega t minus theta, where rho amplitude is given by root of a square plus b square. We know the value of a, it is x of 0, and we know the value of b, it is x dot of 0 by omega. So amplitude is given by root of a square plus b square. നമ്മുടെ ഈ ഫൈനൽ സൊല്യൂഷൻ ഇക്വേഷന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു ഡെറിവേഷനാണ്, അത് വേണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. സെയിം ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾസോ ദിസ് തീറ്റ, പുതിയതായിട്ടൊരു ടേം തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ ഇസ് ഗിവൺ ബൈ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. Okay, so theta phase angle is equal to tan inverse b by a. B is nothing but x dot of 0 by omega, and a is nothing but x of 0. So all these terms will be used while solving the problems. So all the derivations in dynamics are important. So here we have started with the free response of undamped system, and the basic dynamic equilibrium equation we have modified according to the conditions, and we found the solution for response, and the solution is x of t is equal to a cos omega t plus b sin omega t, where a is equal to x of 0 and b is equal to x dot of 0 by omega. And in another terms, in terms of amplitude and phase angle, we have rewritten the equation as x of t is equal to rho cos omega t minus theta, where rho is equal to root of a square plus b square, and theta is equal to tan inverse b by a. So let's just see one example problem in this. ഈ ഒരു ഡെറിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. A system vibrating with a natural frequency of 6 Hz starts with an initial amplitude of 2 cm and initial velocity of 25 cm per second. Determine the natural period, amplitude, maximum velocity, maximum acceleration and phase angle. Also write the equation of motion of a vibrating system. Okay, so in this question what are the data given? This is a vibrating system with a natural frequency of 6 Hz. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി 6 Hz ആണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റണം, അപ്പോഴാണ് ഒമേഗ വാല്യൂ കിട്ടുള്ളൂ. ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എക്സ് ഡോട്ട് ഓഫ് 0 ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നാച്ചുറൽ പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, maximum velocity, maximum acceleration and phase angle. Also write the equation of motion of a vibrating system. Okay, so the given data, f is equal to 6 Hz. So frequency is equal, natural frequency is equal to 6 Hz. X of 0 is equal to 2 centimeter. X dot of 0 is equal to 25 centimeter per second. അപ്പം ആദ്യം നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത് നാച്ചുറൽ പീരീഡ് ആണ്. നാച്ചുറൽ പീരീഡ് ഇസ് ഗിവൺ ബൈ ഇഫ് ഫ്രീക്വൻസി ഇസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
നാച്ചുറൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ടേക്കൺ ഫോർ വൺ സൈക്കിൾ. അതാണ് നാച്ചുറൽ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ടി ഈസ് ഈക്വൽ ടു 1/f. ഓക്കെ, സോ ഫ്രീക്വൻസി ഈസ് ഗിവൺ, f is equal to 6 hertz, t is equal to 1/f, that is 1/6. So time period is equal to number of time taken for one cycle, which is nothing but the inverse of natural frequency. Natural frequency എന്ന് പറയുന്നത് number of cycles per second ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ആണ് നാച്ചുറൽ പീരീഡ് എന്ന് പറയുന്നത്, time taken for one cycle. So t is equal to 1/f equal to 1/6 is equal to 0.167 seconds. Okay, so natural period we have already calculated. So next is amplitude. Amplitude എന്തായിരുന്നു? Amplitude is nothing but, here they have used a different notation. ഞാൻ റോ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ അവർ എ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തു. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇക്വേഷനിൽ എയും ബിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മറ്റൊരു നൊട്ടേഷൻ യൂസ് ചെയ്തത്. സോ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്തായിരുന്നു? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ബി എന്തായിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഒമേഗ. സോ x of 0 is given in the question, that is 2 centimeter, and x dot of 0 is equal to 25 centimeter per second. Okay, so and omega is also required to calculate the value of amplitude. We know that omega എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. സോ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ ഹേർട്സിലാണ് ഉള്ളതെങ്കിൽ that should be converted into omega. So omega is equal to 2 pi f, 2 pi into 6. F is a frequency in hertz. So omega is equal to 37.7 radians per second. So now we got the value of A, we got the value of we can now calculate the value of amplitude by substituting the values of x of 0, x dot of 0 and omega. So here substitute the values of x of 0 2 centimeter, x dot of 0 25. Here we are not, if you want you can convert the value of x say in these values in centimeter can be converted into meter if you want to do it, do everything in SI units. ഇവിടെ സെൻറ്റിമീറ്ററിലുള്ളത് കൺവേർട്ട് ചെയ്തിട്ടില്ല, ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ സെൻറ്റിമീറ്ററിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1 സെൻറ്റിമീറ്ററിലും 1 മീറ്ററിലും ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് യൂണിഫോം ആൻഡ് just substitute the values of all the constants and get the value of amplitude. Amplitude is equal to 2.11 centimeter here, because we have substituted the values of initial displacement and initial velocity in terms of centimeter only. Okay, so maximum velocity of a system is given by x max. Next, what is asked in the question? Maximum velocity and maximum acceleration. So you can also remember these equations for maximum velocity and maximum acceleration. Okay, maximum velocity maximum acceleration calculate ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത് ഇതിന് ഈ ഒരു ഇക്വേഷൻ എന്നാണ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ x dot of t will be equal to rho into minus sin omega t minus theta into omega എന്നാണ് ഇക്വേഷൻ വരിക. അപ്പം അതിനകത്ത് കോസ് സൈൻ തീറ്റേൻ്റെ വാല്യൂ മാക്സിമം എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ maximum velocity is given by amplitude into natural frequency. അത് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് you can remember this equation for maximum velocity. X dot
മാക്സ് ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻ ടു ഒമേഗ. അതായത് ഇവിടെ എ എന്ന് കാണിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഞാൻ അവിടെ റോ എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്തത്. എ എന്നുള്ള കോൺസ്റ്റൻറ്റുമായിട്ട് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എക്സ് ഡോട്ട് മാക്സ്, മാക്സിമം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻ ടു ഒമേഗ. So substitute the value of amplitude and omega and get the value of maximum velocity. And maximum acceleration is equal to amplitude into omega square. അതും നമ്മുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ നമ്മൾ കോസ് തീറ്റൻ്റെ മാക്സിമം വാല്യൂ, കോസ് ഒമേഗ ടീൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് എന്നുള്ള ഇതിൽ കോൺസെപ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. സോ എക്സ് ഡബിൾ ഡോട്ട് മാക്സ്, ദാറ്റ് ഈസ് മാക്സിമം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻ ടു ഒമേഗ സ്ക്വയർ ആൻഡ് substitute the value of amplitude and omega and get the value of maximum acceleration of the system. Okay, now what is asked next? And phase angle is also asked in the equation. Phase angle is given by, we know that phase angle is given by theta is equal to tan inverse b by a, and we know that b is equal to x dot of 0 divided by omega, and a is equal to x of 0, and here we get the value of theta is equal to 71 degree 39 71.39 degrees. So if you want, you can convert that into radians also. Okay, so the final equation of motion is given by a sin omega t plus phi. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ എഴുതിയ ഇക്വേഷൻ ഇതാണ്, റോ ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് തീറ്റയാണ്. അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ദാറ്റ് ഇക്വേഷൻ ഇസ് ഓൾസോ കറക്റ്റ്. രണ്ടും രണ്ട് ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. സോ എക്സ് ഓഫ് ടി നമുക്ക് നമ്മൾ പഠിച്ചത് തന്നെ എഴുതാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു റോ കോസ് ഒമേഗ ടി മൈനസ് തീറ്റ, where rho is amplitude, substitute ചെയ്യുക ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ, കോസ് ഒമേഗേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒമേഗ ടി മൈനസ് തീറ്റേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇക്വേഷൻ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ് ഇവർ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ കോസ് ഒമേഗ ടി മൈനസ് ഫൈ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ മാറ്റി എഴുതുക. അതുപോലെ ഇവിടെ ടാൻ ഇൻവേഴ്സ് എ ബൈ ബി ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. ഓക്കെ, സോ ഐ ക്യാൻ ഗിവ് യു മോർ പ്രോബ്ലംസ് ഓൺ ദിസ്.